നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ആ വലിയ മാറ്റം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്താണ് ആ വലിയ മാറ്റം? ഇതിലൊരു കാർഡ് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. പ്രപഞ്ച ശക്തിയോട് ചോദിക്കുക, എനിക്ക് നൽകുന്നതായിട്ടുള്ള ആ വലിയ മാറ്റം എന്താണ്? ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്തതായിട്ടുള്ള കർമ്മയുടെ ഫലമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ആ മാറ്റം എന്താണ്? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ ഏത് കാർഡാണ് സെലക്ട് ചെയ്തത്? ഫസ്റ്റ് കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് കടന്നു വരുന്നത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളൊന്നും ആരും അംഗീകരിക്കാത്ത ഒരു ചിന്തകളായിരിക്കാം. എല്ലാവരും നിങ്ങളെ ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണെന്നോ, നിങ്ങൾക്ക് നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണെന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോലെ സംസാരിക്കാൻ പോകുന്നു. നിങ്ങളുടെ വാക്കുകൾക്കും വളരെ വാല്യൂ ഉണ്ടാകുന്നതായി കാണുന്നു. ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്. വീണ്ടും കിങ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. ഒരുപാട് സന്തോഷവും സ്നേഹവും ലഭിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം എന്താണ്, ബ്ലെസ്സിങ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായി നല്ല ഉയർച്ച വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, കെയറിങ്, മറ്റുള്ളവരുമായിട്ടുള്ള സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു കിങ്ങിനെ പോലെയുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ 5 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. ഓക്കെ, ജീവിതത്തിൽ കൂടെ നിന്ന് ചതിച്ച ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, പല പ്രാവശ്യവും നിങ്ങൾ അവരെ വിശ്വസിക്കുകയും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചതി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടും ഇന്നും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കരയുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയോ അവരെ ചേർത്ത് പിടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നത്? എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ടവർ ആണ്. ഓക്കെ, അപ്പം ചതിക്കുന്ന വ്യക്തികളെ പൂർണ്ണമായും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ തുടച്ചു മാറ്റുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഓക്കെ, അപ്പം വേദനയാണ് എങ്കിൽ പോലും ആ വേദനയിലൂടെ നിങ്ങൾ കടന്നു ചെല്ലുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, സ്നേഹം കടന്നു വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ചേഞ്ചിന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വേദനയുണ്ടാകും. അവരെത്ര ചതിച്ചിട്ടും അവരെ വിശ്വസിക്കുവാനോ അവരെ തള്ളിക്കളയുവാനോ ഒന്നും നമുക്ക് കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് പൂർണ്ണമായും അതിനൊരു ടവർ വരികയാണ്. ടവർ വന്ന് നമ്മുടെ ജീവിതത്തില് ഒരു സമാധാനം, സന്തോഷം, അനുഗ്രഹം നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മാനസിക ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, ഈ എനർജിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന റീഡിങ് എന്റെ വ്യൂസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള നന്മകൾ എന്താ? The High Priestess, 10 of Pentacles, the Hierophant, the Emperor. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാർഡുകളും വളരെ പോസിറ്റീവാണ്. ബ്ലെസ്സിങ്ങോട് കൂടിയുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ നിങ്ങൾ ഈ ഒരു ടവർ എനർജിയിൽ കൂടി വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പ്രപഞ്ചം ഒരു ടവർ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റി അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു എനർജിയാണ് കടന്നു വരുന്നത്. രഹസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ശക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില ആലോചനകൾ ലഭിക്കുകയാണ്. ഈ വ്യക്തി എന്റെ ലൈഫിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. അതൊരു ബിസിനസ്സിലാണെങ്കിലും അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എന്നെ ചതിച്ചുകൊണ്ട് ചില വ്യക്തികൾ എന്റെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അതിന്റെ ഫലമായിട്ട് തന്നെ ചില വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുവാനുള്ള എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ്. സ്പിരിച്വലായി നിങ്ങൾ കൂടുതൽ കണക്ട് ആകുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോയ ആ ഒരു സിറ്റുവേഷനിലല്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ നിങ്ങൾ അവയർനെസ് വന്ന് പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്ത് ഇനി നിങ്ങളെ നയിക്കുന്നത് പ്രപഞ്ച ശക്തിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ എനർജിയാണ് നിങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ വേദന അനുഭവിച്ചു കഴിഞ്ഞു.
ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വ്യക്തികളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് പെയിൻ അനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. ആ വ്യക്തികളുടെ മുമ്പിലാണ് നിങ്ങൾ അതിജീവിക്കാൻ പോകുന്നത്. ഒരു കിങ്ങിനെ പോലെ മാറുന്നത് നിങ്ങൾ ഉടനെ മാറും എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, 10 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്, ഡബിൾ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഒന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളുടെ ഫാമിലി ഉൾപ്പെടും. മറ്റൊന്ന്, നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഒരു സൈക്കിൾ അവസാനിച്ചുകൊണ്ട് മറ്റൊരു ജീവിത തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് 10 ഓഫ് പെന്റിക്കിൾ കാണിക്കുന്നത്. പ്ലീസ് കെഡ്മിയ മദ്രിയനോസ്, എന്തുകൊണ്ടാണ് 10 ഓഫ് പെന്റിക്കിൾ വന്നിരിക്കുന്നത്? ഓക്കെ, ചാരിയറ്റ് ആണ്. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് പ്രപഞ്ചം നൽകുന്നത്. അതൊരു അബൻഡൻസോട് കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. തകർന്നിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, ഈ വേദനയിൽ നിന്നും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. നിയമപരമായിട്ട് ചില സാഹചര്യങ്ങൾ നിങ്ങളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ഇരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മധൈര്യം, നിങ്ങളുടെ നോളജ് കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ലവേഴ്സിന്റെ കാർഡ് വന്നിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ടവറിനെ കൊണ്ടുവന്നത് നിങ്ങളെ ദ്രോഹിക്കാനല്ല, വേദനിപ്പിക്കാനല്ല, തകർക്കുവാനല്ല. പ്രപഞ്ചം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നതിന്റെ ഫലമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ടവർ വന്നിരിക്കുന്നത്. ഇവിടെയും ടവറാണ് വന്നിരിക്കുന്നത്, ഇതും ടവറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചില വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും തളർന്നിടല്ലേ, കണ്ണുനീരിലും കുഴഞ്ഞിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നശിപ്പിക്കാനല്ല, നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കുവാനാണ്, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാനാണ്. ഇപ്പൊ നമ്മുടെ കൈ ഒരുപാട് പഴുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചോ. ആ പഴുത്തിരിക്കുന്ന അവസ്ഥയില് നമുക്ക് ആ പഴുപ്പിനെ പുറത്ത് കളയുന്നതിന് വേണ്ടി നല്ല ശക്തമായി അമർത്തുകയും അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പുറത്ത് അതിൽ നിന്നെല്ലാം ഉള്ള വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഞെക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കരുത്, ഓ എന്നെ വേദനിപ്പിച്ച് കൊല്ലുന്ന ഈ വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ ആ ഒരു ഇൻഫെക്ഷനിൽ നിന്നെല്ലാം പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ആ വേദനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിനും നമ്മൾ വിജയിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എന്തെന്നാൽ പ്രപഞ്ചം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എംബററിന്റെ കാർഡ് എന്തുകൊണ്ട് വന്നിരിക്കുന്നു? നിങ്ങൾ ഇമോഷണൽ ആയിട്ട് മാത്രം ചിന്തിക്കേണ്ട ഒരു വ്യക്തിയല്ല, നിങ്ങൾ ജീവിത അനുഭവങ്ങൾ പഠിച്ചു വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിനെ കുറെ കൂടി സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ ഇമോഷണൽ ആയിട്ട് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവര് യൂസ് ചെയ്യുവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യത്തെ കൃത്യമായി പഠിച്ച് അതിനെ നോ എന്ന് പറയാൻ പഠിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇത് എംബററിന്റെ എനർജിയാണ് വരുന്നത്. ഓക്കെ, ഒരു അമ്മ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സാരമില്ല പോട്ടെ, സാരമില്ല, ഇനിയെങ്കിലും ശരിയാകുന്നെങ്കിൽ ശരിയാകട്ടെ എന്നുള്ള രീതിയിലായിരിക്കും എപ്പോഴും ഒരു എംബ്രസ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വേദന കൊടുത്തിരുന്നാലും ആ എംബ്രസ് വീണ്ടും 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 അത് ക്ഷമിച്ച് അവസരങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേതെങ്കിൽ പ്രപഞ്ചം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും അങ്ങനെ ഒരു വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുന്നതിനും നമ്മുടെ ഉയർച്ചയെ തടഞ്ഞു കളയുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ന്യായം നമ്മൾക്ക് ആവശ്യമാണ്. രണ്ട് ഭാഗവും ചിന്തിക്കണം, നിങ്ങളുടെ ഭാഗവും ചിന്തിക്കണം, അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യവും നിങ്ങൾ ചിന്തിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. എംബ്രസ് തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അവനവന്റെ സൈഡ് ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല, മറ്റുള്ളവര്
വിഷമിക്കരുത്, മറ്റുള്ളവർ വേദനിക്കരുത്, മറ്റുള്ളവർക്ക് ഒരു കുറവും ഉണ്ടാവരുത് എന്ന് എംപ്രസ് ചിന്തിക്കും. പക്ഷെ ദ എംപറർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈക്വൽ ആണ്. രണ്ട് ഭാഗവും കൃത്യമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ ചിന്തിക്കണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഏതൊരു കാര്യത്തിലേക്കും നിങ്ങൾ ഇറങ്ങി തിരിക്കുമ്പോഴും നിങ്ങൾ കൃത്യമായി ചിന്തിച്ച് തീരുമാനമെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജി ആണെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾ ഇങ്ങനെ വേദനയിലൂടെ നിങ്ങളുടെ കൂടെ നടന്ന് ചതിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ അതിനെ മറ്റുള്ളവരുടെ റീഡിങ്ങിനായി വിട്ടുകൊടുക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഏതാണ്? ഇതിലൊരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഞാൻ ഒരു കാർഡ് കൂടി വെക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൂടുതൽ ആകർഷിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് ആണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ചലഞ്ച് സിറ്റുവേഷന് എന്താണ്, അതിനെന്ത് പരിഹാരമാണ് പ്രപഞ്ചം നൽകുന്നത്? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ ചാരിയറ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ 6 ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ വീണ്ടും 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 ചില കാര്യങ്ങളിൽ, ചില ചിന്തകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതായി കാണുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ നിന്നാൽ പറ്റില്ല, എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്നാൽ പറ്റില്ല, എന്റെ ഈ ചിന്തകളിൽ തന്നെ എന്നെ കെട്ടിയിടാൻ പറ്റില്ല, എനിക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ, നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും ബോധ മനസ്സിനെയും കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിന്നു പോകുന്നതായിട്ടുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. മുന്നോട്ട് പോകണം എന്നും വിട്ടുകളയണം എന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ബന്ധിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ചലഞ്ചിങ് സിറ്റുവേഷൻ. ഈ കാർഡാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ണ് ബന്ധിച്ചിരിക്കുന്നു, ചുറ്റും വാളുകളാൽ ബന്ധനം തീർത്തിട്ടിരിക്കുകയാണ്. സ്വയം ബന്ധിച്ചിരിക്കുന്ന അവസ്ഥകളെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല, ഞാൻ തകർന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ എന്നും കൊന്നു ഇങ്ങനെയൊക്കെ തന്നെ, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാത്രം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ സ്വയമായിട്ട് മാറാൻ ശ്രമിക്കാനുള്ള യാതൊരു വ്യക്തതയും ഇല്ലാതെ നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. 6 ഓഫ് പെന്റിക്കിൾ ആണ്. ആരെങ്കിലും എന്നെ വന്ന് രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ, ഞാൻ രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ അവനവൻ തന്നെ അവനവനെ എനർജിയെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ ആരെങ്കിലും രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയാൻ ആരിൽ നിന്നും ഒരു സഹായമോ സംരക്ഷണമോ ഒരു രക്ഷയോ വരുന്നില്ല. മാത്രമല്ല നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നും എനിക്ക് പുറത്തു കടക്കാനും സാധിക്കുന്നില്ല. ഇതാണ് ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ഇതിന് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ ഹാങ്ഡ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് നിലവിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ചിന്തയിലൂടെയാണോ കടന്നു പോകുന്നത് ആ ചിന്തയെ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ചെറിയ നിമിഷമാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും ആലോചിക്കാതെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഇപ്പം എങ്കിലും യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാനസിക അവസ്ഥയെ സറണ്ടർ ചെയ്തു കൊടുക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. പ്രപഞ്ചം ഇവിടെ മടിച്ചു നിൽക്കുന്നതിന് കാരണം നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നില്ല. യൂണിവേഴ്സ് എപ്പോഴാണ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ സൈലന്റ് ആകുന്നത്. ഓക്കെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ മെഡിറ്റേഷൻ ഫോം എന്ന് പറയുന്നത് നമുക്കും യൂണിവേഴ്സിനും ഇടയില് യാതൊരു ചിന്തകളും ഇല്ലാതെ ഒരു ഊർജ പ്രവാഹം നടക്കുന്ന ആ ഒരു ചെറിയ സെക്കൻഡിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ദൈവിക ഊർജവും ഇവിടെ
നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനിടയിൽ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ആണ്, അയ്യോ എനിക്ക് കടമാണ്, എനിക്ക് അതാണ് ഇതാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, എന്റെ റിലേഷൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയാണ്, മറ്റേതാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഈ കാര്യങ്ങളാണ് ഈ ശക്തി ഊർജവും നമ്മളുടെയും ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഊർജങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്നുള്ള ഒരു ബ്ലെസ്സിങ്ങോ കാര്യങ്ങളോ നമ്മളിലേക്ക് വരാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്, നിങ്ങൾ കുറച്ച് സൈലന്റ് ആകും, നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു വെച്ചിട്ട് ഒരു സെക്കൻഡ് എങ്കിലും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സൈലന്റ് ആകുക, നിങ്ങളുടെ ചിന്തയെ മരവിപ്പിക്കുക. എങ്കിൽ മാത്രമായിരിക്കും യൂണിവേഴ്സിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? ഓക്കെ, ടു ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആയി പോകരുത്. യൂണിവേഴ്സിൽ എപ്പോഴാണോ നിങ്ങൾ സറണ്ടർ ആകുന്നത്, ആ സമയത്ത് നമ്മളുടെ മുന്നില് യൂണിവേഴ്സ് തന്നെ അവസരങ്ങൾ ഒരുക്കും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നീതി ലഭിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങള് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്? രണ്ട് വശവും കൃത്യമായി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് തന്നെയാണ്. ഒരു ന്യായാധിപൻ എങ്ങനെയാണോ തന്റെ ആശയങ്ങൾക്കും തന്റെ നീതിക്കും വേണ്ടിയിട്ട് തന്റെ ആത്മധൈര്യത്തെ പൊരുതി ജയിക്കുന്നത്, നമ്മൾ ഇമോഷണൽ ആയിട്ട് തകർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, അത് കൃത്യമായി ന്യായം പാലിച്ച് അതിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജി ഇവിടെ യൂണിവേഴ്സിന്റെ ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അത് ഇപ്പോഴും തന്നെ എനിക്ക് ഈ നിമിഷം തന്നെ കിട്ടണം എന്നുള്ള നിർബന്ധമല്ല വേണ്ടത്. ഏതിനും യൂണിവേഴ്സിന് ഒരു ടൈമുണ്ട്. ആ ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഒരു കർഷകൻ നെല്ല് വിതച്ചതിന് ശേഷം എനിക്ക് നാളെ തന്നെ അതിന് കൊയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമോ? ഇല്ല. ഞാൻ ഇന്ന് അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഇന്ന് രാത്രി മുഴുവനും ഞാൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും, എനിക്ക് നാളെ തന്നെ കൊയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്താല് എനിക്ക് നാളെ തന്നെ കൊയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമോ? എത്ര പരിഹാരങ്ങൾ ചെയ്തിരുന്നാലും അത് സാധിക്കുമോ? ഇല്ല. നമ്മൾ ചില വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ടൈമിന് വേണ്ടി നിന്നേ മതിയാകുകയുള്ളൂ. ആ യൂണിവേഴ്സിന്റെ ടൈം വരെ നിൽക്കുമ്പോഴും അത് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിത്ത് മുളയ്ക്കാതെ പോകും. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടെൻഷൻ ആയിട്ട് അയ്യോ അതിന് വേര് പിടിച്ചോ, അതുകൊണ്ട് അത് തളർത്ത് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിനെ ഉയർത്തി നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വേര് പിടിക്കത്തില്ല, അത് കരിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഇതുപോലെയാണ് പ്രപഞ്ചം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തില് നമ്മൾ യൂണിവേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. വീണ്ടും വീണ്ടും കരഞ്ഞു വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് വാക്കുകൾ നമ്മൾ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇത് എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള റീഡിംഗ് ആണ് പ്രപഞ്ചം നൽകുന്നത്. ഓക്കെ, നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമില്ലാതെ യൂണിവേഴ്സിന്റെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങള് നടക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്രപഞ്ചം പ്രത്യേകിച്ച് പറയുന്നത് 7 ഓഫ് പെന്റിക്കിൾ ആണ്. നിങ്ങളുടെ കർമ്മ ചെയ്തതിന് ശേഷം, നിങ്ങളുടെ പ്രവർത്തനത്തിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സിന്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയ്ത്ത് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജി വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ 10 ഓഫ് കപ്പാണ്. കൊയ്ത്ത് കാലമാണ് പ്രപഞ്ചം ഇവിടെ തന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ഉള്ള ഒരു സമയം തന്നെയാണ് പ്രപഞ്ചം തരുന്നത്. നമുക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയത്, 8 ഓഫ് കപ്പ്, എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളിൽ നിന്ന് വിട്ടുപോയത്, അതിന്റെ ഇരട്ടി ഫലമാണ് പ്രപഞ്ചം ഇവിടെ തരുന്നത്. കപ്പിന്റെ എനർജിയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു സമയം തന്നെയാണ് പ്രപഞ്ചം തരുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളുടെ കർമ്മത്തിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നല്ലൊരു ഗൈഡൻസ് ആണ് പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, എന്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിങ്ങളും
നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് വിശ്വാസമാണെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക, പ്രപഞ്ചത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും ശുഭദിനം.